എന്താ മോൾക്ക് വിഷമം? പരീക്ഷയില് മാർക്ക് കുറഞ്ഞോണ്ടാണോ? എന്താ കാര്യം? ഒന്നും പറയണ്ട ടീച്ചറെ. മാളൂന് പരീക്ഷയിൽ മാർക്ക് തീരെ കുറവാണ്. അതുകൊണ്ട് ഇത്തവണ ട്യൂഷന് അവളെ ടീച്ചറുടെ വള്ളത്തോൾ സ്റ്റഡി സെന്ററിൽ ചേർക്കണം എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ആഹാ, നല്ല കാര്യം. വള്ളത്തോൾ സ്റ്റഡി സെന്ററിൽ ഇത്തവണ 100% വിജയം. എല്ലാവർക്കും നല്ല മാർക്കും ഉണ്ട്. 100% വിജയത്തിന് വള്ളത്തോൾ സ്റ്റഡി സെന്റർ, പാഞ്ഞാൾ ആൻഡ് ചെറുതുരുത്തി. ഓൾ കേരള BSS പാരാമെഡിക്കൽ വർക്കേഴ്സ് അസോസിയേഷൻ രൂപീകരണത്തിന് വടക്കാഞ്ചേരിയിൽ പ്രാഥമിക യോഗം ചേർന്നു. കേരളത്തിലെ പാരാമെഡിക്കൽ തൊഴിലാളികളുടെ ഉന്നമനം ലക്ഷ്യമിട്ട് ഓൾ കേരള BSS പാരാമെഡിക്കൽ വർക്കേഴ്സ് അസോസിയേഷൻ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രാഥമിക യോഗം വടക്കാഞ്ചേരിയിൽ ചേർന്നു. ശ്രീകൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസിൽ നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തോടനുബന്ധിച്ചായിരുന്നു ഈ സുപ്രധാന യോഗം. പരിസ്ഥിതി സൗഹൃദ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകി നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് ശേഷമാണ് പുതിയ തൊഴിലാളി സംഘടനയുടെ രൂപീകരണത്തിനായുള്ള ആദ്യ ചർച്ചകൾ നടന്നത്. കാൻഫെഡ് ചെയർമാനും ശ്രീകൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ് മാനേജിംഗ് ഡയറക്ടറുമായ മനോജ് കടമ്പാട്ട് യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. BSS അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങി പാരാമെഡിക്കൽ മേഖലയിൽ ജോലി ചെയ്യുന്ന കേരളത്തിലെ മുഴുവൻ തൊഴിലാളികളെയും ഭാവിയിൽ സംഘടനയുടെ ഭാഗമാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഈ സംഘടന പാരാമെഡിക്കൽ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവരുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനും നിർണായകമായ ചുവടുവെപ്പാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സാമൂഹിക സാംസ്കാരിക പ്രവർത്തകനും പ്രമുഖ മാധ്യമ പ്രവർത്തകനുമായ ശശികുമാർ കൊടക്കാടത്ത് പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്തു. ശ്രീകൃഷ്ണ നഴ്സിംഗ് കോളേജിലെ ഏകദേശം 9,000-ഓളം പൂർവ്വ വിദ്യാർത്ഥികൾ വിദേശത്തും അന്യദേശത്തുമായി ജോലി ചെയ്യുന്ന സാഹചര്യത്തിൽ അവരുടെ ഓർമ്മയ്ക്കായി ഓട്ടുപാറ ബൈപ്പാസ് റോഡിൽ ജനങ്ങൾക്ക് തണലേകാനും പക്ഷികൾക്ക് കൂടൊരുക്കാനും ഒരു അത്തിമര തൈയും അദ്ദേഹം വിദ്യാർത്ഥികൾക്ക് കൈമാറി. ഇത് പരിസ്ഥിതി സംരക്ഷണത്തോടുള്ള സ്ഥാപനത്തിന്റെ പ്രതിബദ്ധത വിളിച്ചോതുന്നതായിരുന്നു. മുതിർന്ന മാധ്യമ പ്രവർത്തകനും പത്രപ്രവർത്തക അസോസിയേഷൻ ഭാരവാഹികളുമായ രാധാകൃഷ്ണൻ കൊരവൻകൊഴി, വരീത്ത് ചിറ്റിലപ്പിള്ളി, മാധ്യമപ്രവർത്തകരായ സുമേഷ് അരിയമ്പറമ്പിൽ, സാമൂഹിക പ്രവർത്തകരായ ബിജു ചിറ്റിലപ്പിള്ളി, നിതിൻ സുഭാഷ്, ആൻവിൻ ആൻഡോ, ദിവ്യ മജീഷ് എന്നിവർ ആശംസകൾ അറിയിച്ചു. ഈ പ്രാഥമിക യോഗം പാരാമെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഒരു പൊതുവേദിയും ശക്തമായ ശബ്ദവും നൽകുന്നതിനുള്ള ആദ്യ പടിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് CCV.